ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിദ്യാർത്ഥി ലോകത്തിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ നമ്മുടെ 2023 ഇന്നലെയോടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് മുതൽ 2024 ചിലർക്കൊക്കെ 2023 നല്ല വർഷമായിരിക്കും, ചിലർക്കൊക്കെ അതേപോലെ മോശവും സങ്കടവുമുള്ളൊരു വർഷമായിരിക്കും. അതെന്തോ ആയിക്കോട്ടെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 2023 ഒരു തിരിഞ്ഞു നോട്ടം എന്ന നിലയിൽ 2023 ചില പ്രധാന സംഭവങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താനായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ യൂട്യൂബ് പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ അപ്ഡേറ്റിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. അതായത് ഈ വീഡിയോൻ്റെ താഴെ ഒരു സബ്സ്ക്രൈബ് എന്ന് എഴുതിയൊരു ബട്ടൺ കാണുന്നുണ്ടോ? അത് ഞെക്കുമ്പോൾ കുറേ ആനിമേഷൻസ് ഒക്കെ വരുന്നുണ്ടോ? അതാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ് യൂട്യൂബിൻ്റെ. അപ്പോൾ നിങ്ങളും ഒന്ന് അത് ട്രൈ ചെയ്ത് നോക്കുക. സോ സബ്സ്ക്രൈബ് പ്ലീസ്. 2023 കാലാവസ്ഥയെ പറ്റി നോക്കുകയാണെങ്കിൽ അത്ര സുഖകരമായ ഒരു കാലാവസ്ഥ അല്ല. കാരണം ചരിത്രത്തിൽ ഏറ്റവും ചൂടേറിയ വർഷമായിട്ടാണ് 2023 പറയുന്നത്. നമുക്ക് ഇതിനു വേണ്ടി ചൂട് അനുഭവപ്പെട്ടില്ലെങ്കിലും കാനഡ, ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളിൽ റെക്കോർഡ് താപനിലയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പോരാത്തതിന് കാട്ടുതീ US-നെയും ജർമ്മനിയെയും കത്തിച്ചു കളഞ്ഞു. അതെ, അടുത്തൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ജെയിംസ് വെബ് ടെലിസ്കോപ്പ് എടുത്ത ഫോട്ടോകൾ. ജെയിംസ് വെബ് ടെലിസ്കോപ്പിനെ പറ്റി ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ടൈറ്റിൽ കാർഡിൽ കൊടുത്തേക്കാം. അപ്പോൾ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് എടുത്ത പ്രധാനപ്പെട്ട ഫോട്ടോകളിൽ ഒന്നാണ് നക്ഷത്രങ്ങളുടെ ജനനം മുതൽ മഹാവിസ്ഫോടനം വരെയുള്ള കാലഘട്ടത്തിൻ്റെ പ്രതിധ്വനി. അതേപോലെ തന്നെ പെർസെവറൻസ് റോവർ റോക്ക് സാമ്പിളുകൾ ആദ്യമായിട്ട് അയച്ചു തരുന്നത് 2023 മെഡിക്കൽ ഫീൽഡിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് ഗവേഷകർ ചേർന്ന് ഈ 2023 ഉണ്ടാക്കിയിരിക്കുന്നത്. ഉദാഹരണത്തിന് ജീൻ എഡിറ്റിംഗ്, പന്നി മനുഷ്യ ഹൃദയ ട്രാൻസ്പ്ലാന്റേഷൻ പോലുള്ള സംഭവങ്ങൾ വലിയ നേട്ടവും അതേപോലെ തന്നെ വലിയ പ്രതീക്ഷയുമാണ് രോഗികൾക്ക് നൽകുന്നത്. 2023 ഏറ്റവും ഭയാനകമായ സംഭവങ്ങളായിരുന്നു റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധവും അതേപോലെ തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധം. മാത്രമല്ല 2023 എന്ന് പറയുന്നത് ChatGPTയുടെ വർഷം കൂടിയാണ്. 2022 നവംബർ 30 ChatGPT ഇറങ്ങിയതെങ്കിലും 2023 ChatGPT ജനങ്ങളെ ആകർഷിക്കാൻ തുടങ്ങിയത്. ChatGPT AIയുടെ കുതിച്ചുചാട്ടത്തിലേക്കുള്ള വലിയ പങ്ക് വഹിക്കുന്നു. അതേപോലെ ചന്ദ്രയാൻ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കുന്നത് 2023 ചന്ദ്രയാനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ടൈറ്റിൽ കാർഡിൽ കൊടുത്തേക്കാം. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് 2023 നടന്നിട്ടുള്ളത്. അതിൽ ചിലതൊക്കെ നല്ലതും ചിലതൊക്കെ നമുക്ക് മോശമായതുമാണ്. 2023 നടന്ന എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റിയില്ലെങ്കിലും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിലും പറയാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഒന്നും കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണുന്നതുവരേക്കും ഗുഡ് ബൈ.